ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളെ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മക്കൾ അംഗൻവാടിയിലൊക്കെ ആക്കി വന്ന ശേഷം ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അത് അവിടെ കിടന്ന് വന്നോളും. അപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഒരു സൈഡിൽ കിടന്ന് വന്നോട്ടെ, നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു. നെയ്യിലേക്ക് സവോള, ക്യാരറ്റ്, കറാമ്പട്ട, ഏലക്കായ്, കറാമ്പൂവ്, പിന്നെ കുറച്ച് വലിയ ജീരകം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനതൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം നമ്മൾ അരി എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് എടുക്കാം. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളം, 2 പാത്രം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ചിട്ടുണ്ട്. കുക്കറിലല്ലേ, അപ്പോൾ നമുക്ക് 2 വിസിൽ വന്നാൽ തന്നെ ഏകദേശം വേവും. പിന്നെ നമുക്കിതിലേക്ക് ഇതൊന്ന് തിളയ്ക്കാനൊന്നും കാത്തു നിൽക്കണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരി കഴുകി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ തന്നെ നമ്മുടെ ചോറ് റെഡിയാവും. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു സാലഡ് വേണം. അപ്പോൾ ഞാൻ വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പച്ചമുളക്, പിന്നെ ഉറുമാമ്പഴം ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അത് ഉപ്പും കുറച്ച് ചെറുനാരങ്ങയുടെ നീരിട്ടാൽ, ചെറുനാരങ്ങയുടെ നീര് നിർബന്ധമില്ല, നമുക്ക് സുർക്ക ഒഴിച്ചാലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാലഡും റെഡിയാവും. പിന്നെ ഇതിലേക്കൊരു ചമ്മന്തിയും കൂടെ നമുക്ക് തട്ടിക്കൂട്ടാം. തേങ്ങ, പച്ചമുളക്, ചപ്പ്, ഇഞ്ചി, ഉപ്പ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരിത്തിരി സുർക്കം കൂടെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലവർക്ക് സുർക്ക ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഞാനിവിടെ ഇത്തിരി സുർക്ക ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് അരച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട് ഭക്ഷണം കഴിക്കൽ. രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രി പിന്നെ നമ്മൾ മക്കൾക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, സാലഡും ഉണ്ട്.